കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റീജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3 19 വർഷങ്ങൾക്ക് ശേഷം വിധി പ്രസ്താവിക്കുക. കേസിൽ 9 BJP RSS പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പ്രതികൾക്ക് തൂക്കുകയർ കിട്ടണമെന്നും രാഷ്ട്രീയം കൊല്ലാനുള്ളതല്ല പ്രവർത്തിക്കാനുള്ളതാണെന്നും റിജിത്തിന്റെ അമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ശിക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ കഴുത്തിനെ അവർ കത്തിവെച്ചത്, അതിന് അവരെ കുരലിന് കയറി കൊടുക്കണം. അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ എത്ര വേദനിച്ചോ, എൻ്റെ കണ്ണിൻ്റെ എത്ര പോയിഞ്ഞോ അതുപോലെ അവരെ അമ്മമാരെയും കണ്ണിന് പോയണം. എല്ലാവരും അമ്മമാരും ലോകത്ത് മക്കളെ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. ഒരമ്മമാർക്ക് ഈ ഗതി കയറാൻ പാടില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോരുത്തർ വ്യക്തി ഇതാണ്. അതിൽ കൊലയും കൊല്ലാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. ഫെലക്സ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഫെലക്സ്, മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞ കേസാണെന്ന് കേരളം കാത്തിരിക്കുന്ന ശിക്ഷാവിധിയാണ്. എപ്പോഴാണ് വിധി പ്രസ്താവിക്കുക കോടതി? 11 മണിയോടുകൂടി തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിൽ വിധി പറയും. നേരത്തെ വിധി പറഞ്ഞാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കും. അതായത് കുടുംബം ആവശ്യപ്പെടുന്നത് പരമാവധി ശിക്ഷ എന്നതാണ്, തൂക്കുകയർ നൽകണം മുഴുവൻ പ്രതികൾക്കും എന്നതാണ്. ഏതായാലും ശിക്ഷാവിധി കൃത്യം 11 മണിയോടുകൂടി തന്നെ ഉണ്ടാകും. 2005 ഈ കേസ് നടക്കുന്നത്. 2005 ഒക്ടോബർ 3 ഈ പറയുന്ന കണ്ണപുരം ചുണ്ട തച്ചക്കണ്ടി ക്ഷേത്ര പരിസരത്ത് വെച്ച് ഈ പറയുന്ന റിജിത്തിനെ കൊലപ്പെടുത്തുന്നത്. അതിൻ്റെ തലേദിവസം അവിടെ ശാഖ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട RSS BJP പ്രവർത്തകരുമായ ഒരു തർക്കമുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ റിജിത്ത് അവർ സുഹൃത്തുക്കൾക്കൊപ്പം നടന്നു വരുന്ന വഴിയിൽ ഒരു കിണറിന് മറവിൽ ഒളിഞ്ഞിരുന്ന RSS BJP പ്രവർത്തകർ അദ്ദേഹത്തെ കുത്തിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്നാലും അതിനുശേഷം ഈ കേസ് ഇത്രയധികം ഏതാണ്ട് 19 വർഷം നീണ്ടുപോയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2006 തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതാണ്. എന്നാൽ പിന്നീട് വിചാരണ 2018 വരെയും തുടങ്ങാൻ നീണ്ടുപോയി. 2018 വിചാരണ തുടങ്ങിയെങ്കിലും പിന്നീട് ഈ കോടതി മാറ്റണമെന്നൊരു അപേക്ഷ ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അങ്ങനെ കോടതി മാറ്റി. പിന്നീട് കോവിഡ് വന്നു. ഈ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയധികം കാലം പിന്നീട് 2018 ശേഷം ഇങ്ങനെ വിചാരണ നീണ്ടുപോയത്. ഏതായാലും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് കോടതി മുഴുവൻ പ്രതികൾക്കും കുറ്റക്കാരാണ്, കൊലക്കുറ്റം കണ്ടെത്തുകയും അവരെ കുറ്റക്കാരാണെന്ന് വിധിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഇതിൽ 3ാം പ്രതി അജേഷ് വിചാരണയ്ക്കിടെ ഇയാൾ വാഹനാപകടത്തിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ 9 പ്രതികളാണുള്ളത്. ഈ 9 BJP RSS പ്രതികൾക്കും കടുത്ത ശിക്ഷ നൽകണം എന്നതാണ് CPM ഒപ്പം തന്നെ കുടുംബവും ആവശ്യപ്പെടുന്നത്. ഏതായാലും അതിൽ അല്പസമയത്തിനകം തലശ്ശേരി അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി റൂബി കെ ജോസ് ഈ കേസിൽ വിധി പറയും. ശരി, 11 മണിക്കാണ് വിധി പ്രസ്താവം ഉണ്ടാകുക, ശിക്ഷാവിധി പ്രഖ്യാപിക്കപ്പെടുക. ആ സമയത്ത് വിശദമായി നമുക്ക് ആ വാർത്തയുടെ കാര്യങ്ങളിലേക്ക്. ഇത്രയും ദീർഘനാളിന് ശേഷം 19 വർഷത്തിന് ശേഷമാണ് ഈ കാര്യത്തിൽ വിധി ഉണ്ടാകുന്നത്.